ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ഫെബ്രുവരി മാസഫലം ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയൊക്കെ ആകും. ആദ്യം നമുക്ക് ഈ ധനുക്കൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപൻ ഗുരുവാണ്. ആ ഗുരു 6 സ്ഥിതി ചെയ്യുന്നു. ഫെബ്രുവരി 4 മുതൽ 6 നിൽക്കുന്ന ഗുരു വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നു. സൂര്യനാണെങ്കിൽ ഫെബ്രുവരി 12 2-ാം ഭാവരാശിയിൽ നിന്ന് 3-ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു. ചൊവ്വയാണെങ്കിൽ 7 സ്ഥിതി ചെയ്യുന്നു. 23 വരെ 7 നിൽക്കുന്ന ചൊവ്വ വക്രത്തിലായിരിക്കും സഞ്ചാരം. 24 മുതൽ ആ ചൊവ്വ നേർസഞ്ചാരത്തിൽ വരുന്നു. ബുധനാണെങ്കിൽ ഫെബ്രുവരി 11 2-ാം ഭാവരാശിയിൽ നിന്ന് 3-ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു. ശുക്രനാണെങ്കിൽ 4 ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയമാണ്. മാളവ്യ യോഗാവസ്ഥയിലാണ്. ശനി 3 ബലവാനായിട്ട് നിൽക്കുന്നു. രാഹു 4 കേതു 10 സ്ഥിതി തുടരുന്നു. അപ്പോൾ ഈ ഗ്രഹ ഗോചരസ്ഥിതി അനുസരിച്ച് ധനുക്കൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ജന്മരാശ്യാധിപൻ 6 രോഗസ്ഥാനത്താണ്. 6-ാം ഭാവാധിപൻ ശുക്രനാണെങ്കിൽ സുഖസ്ഥാനത്താണ്. സുഖസ്ഥാനാധിപൻ 6 അപ്പോൾ ആ ഗുരു ശുക്ര പരിവർത്തന യോഗം ഉള്ള സമയമാണ്. അഷ്ടമത്തിലാണെങ്കിൽ ഗ്രഹങ്ങളില്ല. അതുപോലെ 12 ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. പൊതുവെ നല്ല ആരോഗ്യസ്ഥിതി ഉള്ള സമയം എന്ന് തന്നെ പറയാം. ഇപ്പം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് രോഗശമനത്തിൻ്റെ സമയമാണ്. ഇപ്പം മാരക രോഗപ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ ശുക്രനും ഗുരുവൊക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് പൊതുവെ സുഖാനുഭവങ്ങൾ ഉണ്ടാകും. മാത്രമല്ല സുഖസ്ഥാനത്ത് ഉച്ചസ്ഥനായിട്ട് ശുക്രൻ നിൽക്കുകയാണ്. അപ്പോൾ സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. മനസ്സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും എന്ന് നമുക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ച് പറയാം. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ 10-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ, ആ ബുധൻ 2-ലും 3-ലുമൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ 9-ഉം 10-ഉം ഭാവാധിപനായിട്ടുള്ള, അതായത് ധർമ്മകർമ്മ ഭാവാധിപന്മാരായിട്ടുള്ള സൂര്യനും ബുധനും ഒക്കെ യോഗം ചെയ്ത് ആണ് ഈ 2-ലും 3-ലും ഒക്കെ സഞ്ചരിക്കുന്നത്. 10 കേതു ഉണ്ട് എങ്കിലും ഗുരു ശുക്രന്മാർ ആ 10 ദൃഷ്ടി ചെയ്യുന്നു. അപ്പം അവസാന വാരമൊക്കെ ആവുമ്പോൾ ഈ അവസാനത്തെ പകുതി, അതായത് മാസത്തിൻ്റെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ 10-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 10-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. സൂര്യനും 9-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ പൊതുവെ ഈ തൊഴിലിൽ നേട്ടങ്ങളുടെ സമയമെന്ന് പറയാം, തൊഴിലിൽ ഉയർച്ചയുടെ സമയമെന്ന് പറയാം, തൊഴിലിൽ സുഖാനുഭവം ഉണ്ടാകുന്ന സമയമെന്ന് പറയാം. കാരണം ഗുരുവും ശുക്രനുമൊക്കെ ആ 10 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് തൊഴിലിൽ പ്രശസ്തിക്കും അംഗീകാരത്തിനുമൊക്കെ സാധ്യതയുള്ളതാണ് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ചിലപ്പോൾ അവർക്ക് ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. ഉയർന്ന തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഈ ധർമ്മകർമ്മ ബന്ധം അല്ലെങ്കിൽ രവിയും ബുധനുമായിട്ടുള്ള ആ യോഗം, പ്രത്യേകിച്ച് ആ സൂര്യനും ബുധനും ഒക്കെ മാസത്തിൻ്റെ അവസാന പകുതി ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുകയും കൂടെ ചെയ്യണം. ഭാഗ്യഭാവാധിപതി ഭാഗ്യസ്ഥാനത്ത് തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം. ഇപ്പം 3-ലെ ശനിയും ക്രമേണ രവിയും ബുധനുമൊക്കെ 3-ൽ വരുന്നതും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ടെസ്റ്റിൽ ഇൻ്റർവ്യൂകളിലൊക്കെ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. കോമ്പറ്റീറ്റീവ് സ്പിരിറ്റൊക്കെ കൂടും. ഇപ്പം പ്രത്യേകിച്ച് ഈ മെയ് വരെ ഗുരുവും ശുക്രനുമൊക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അത് 10-ൽ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ഈ തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യത
കൂടുതലായിട്ട് വരുന്ന സമയം എന്ന് തന്നെ പറയാം. അപ്പോൾ അതുപോലെ തന്നെ മാസത്തിൻ്റെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഇവർക്ക് ഉണ്ടാകും. 10-ൽ കുജൻ്റെ ദൃഷ്ടിയുണ്ട്. ഇപ്പോൾ ജന്മരാശിയിലും 2-ലുമൊക്കെ ആ കുജൻ്റെ ദൃഷ്ടി ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ തൊഴിലിടത്തെ കമ്മ്യൂണിക്കേഷൻ അല്പം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ അതുപോലെ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിയൊക്കെ നമുക്ക് വിലയിരുത്തേണ്ടുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. നമ്മൾ ഒരു കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നം വന്നാൽ അതിൽ എങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയും, അതൊക്കെ നമ്മൾ അസസ് ചെയ്യേണ്ടുന്ന സമയം കൂടിയാണ്. ഇപ്പോൾ കുറച്ച് ഈ കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം. സഹകരണ മനോഭാവങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാൻ കഴിയും. ഇപ്പോൾ പൊതുവെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു സമീപനം, പ്രകോപനപരമായിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ ഒഴിവാക്കണം. കാരണം ജന്മരാശിയിലൊക്കെ കുജൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അല്പം ഒരു എടുത്തുചാട്ടമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അല്പസംയമനത്തിൻ്റെ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെയൊക്കെയുള്ള ഒരു സമീപനം നമ്മൾ എല്ലാ കാര്യത്തിലും വേണം. അതുപോലെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ 12-ലേക്ക് ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നത് നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റുന്നതിനൊക്കെ സഹായകമാകും. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവാധിപൻ ബുധനാണ്. ആ ബുധൻ 2-ലും 3-ലുമൊക്കെ സഞ്ചരിക്കുന്നു. ഭാഗ്യഭാവാധിപൻ സൂര്യനോടൊപ്പമാണ് ആ ബുധൻ സഞ്ചരിക്കുന്നത്. ബുധൻ ബിസിനസ്സിൻ്റെ കാരകനും കൂടിയാണ്. ഇപ്പോൾ ശുക്രനാണെങ്കിൽ 4-ല് സുഖസ്ഥാനത്ത് ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നു. 11-ാം ഭാവാധിപനും കൂടിയാണ് ആ ശുക്രൻ. ഇപ്പോൾ 7-ല് കുജൻ 23 വരെ വക്രത്തിലാണ്. അവസാനത്തെ വാരമൊക്കെ ആവുമ്പോൾ നേർസഞ്ചാരത്തിൽ വരും. അപ്പം ബിസിനസ്സിലെ പ്രശ്നങ്ങൾ യുക്തിസഹമായി സ്ട്രാറ്റജിക്കലായി നമ്മൾ യുക്തിസഹമായിട്ട് ഉള്ള ഒരു സമീപനത്തിലൂടെ ആ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ നല്ല വിജയം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ കോമ്പറ്റീഷനൊക്കെ അതിജീവിക്കുന്നതിന് ഉള്ള പ്ലാന്, അതിനുള്ള തന്ത്രങ്ങൾ, അവയ്ക്കൊക്കെ രൂപം നൽകുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. കുജൻ 5-ഉം അതുപോലെ 12-ഉം ഭാവാധിപനാണ്. അപ്പോൾ അത് വിദേശ വിപണനമൊക്കെ സ്മൂത്താക്കും. അതേസമയം ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സിനിടയിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അവിടെയൊക്കെ നമ്മൾ ഒരു സംയമനം, ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് പോവുകയാണെങ്കിൽ ബിസിനസ്സിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി എന്ന് പറയാം. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രവി ബുധ യോഗം 2-ലും 3-ലും വരുന്നു. രവി ബുധൻ 9-ല് ദൃഷ്ടി ചെയ്യുന്നു ഭാഗ്യസ്ഥാനത്ത്. അപ്പോൾ അത് ഗുണാനുഭവമൊക്കെ ഉണ്ടാക്കും. കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന സ്കോർ, ഉയർന്ന ഗ്രേഡ് ഇവയൊക്കെ കരസ്ഥമാക്കാൻ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവർക്ക് ഭാഗ്യനേട്ടങ്ങളുടെ സമയമായിരിക്കും. രവി ബുധനൊക്കെ 9-ൽ ദൃഷ്ടി ചെയ്യുന്നത് അതിനനുകൂലമാണ്. അതേസമയം സുഖസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നു. ആ ശുക്രൻ ഉച്ചസ്ഥിതനാണ്. അത് സുഖചിന്തകൾ കൂട്ടും. അത് ചിലർക്ക് ഈ പഠനത്തിൽ നിന്ന് ഒരു ഡൈവേർഷൻ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. അപ്പോൾ അത്തരക്കാർ, അതായത് അതർ ആക്ടിവിറ്റീസിലൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ പ്രണയചിന്ത ഉള്ളവർ, അവരെല്ലാം അത്തരം പ്രവർത്തനങ്ങൾ അവരുടെ പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തണം. അങ്ങനെ വിലയിരുത്തി പഠനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. കുജൻ്റെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിലുണ്ട്, 2-ലുണ്ട്. അതിനാൽ അല്പം ഒരു സംസാരത്തിലൊക്കെ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് അധ്യാപകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു പൊളൈറ്റായിട്ട്, പ്രകോപനപരമായിട്ട് അല്ലാതെ ഉള്ള ഒരു സമീപനം ഇവരുടെ ഭാഗത്ത് ഉണ്ടാകണം. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2-ാം ഭാവാധിപൻ ശനി, അതായത് ധനഭാവാധിപനായിട്ടുള്ള ശനി 3-ല് നിൽക്കുന്ന സമയമാണ്, ബലവാനാണ്. അതുപോലെ രവിയും ബുധൻ്റെയൊക്കെ സ്ഥിതി 2-ല് അതുപോലെ 3-ലും ഒക്കെ വരുന്ന സമയമാണ്.
11ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ്, നേട്ടത്തിൻ്റെ സ്ഥാനാധിപതിയാണ് ശുക്രൻ. ആ ശുക്രൻ സുഖസ്ഥാനത്ത് ഉച്ചസ്ഥിതനാണ്. ശുക്രനാണെങ്കിൽ മാളവ്യ യോഗാവസ്ഥയിലുമാണ്. അപ്പം ധനാഗമം കൂടും. 2 ഗുരുദൃഷ്ടിയുണ്ട്. ധനകാരകനാണ് ആ ഗുരു, ജന്മരാശ്യാധിപനുമാണ് ഗുരു. 2 ദൃഷ്ടി ചെയ്യുന്നു. അതും സാമ്പത്തിക നേട്ടത്തിൻ്റെ സാധ്യത കൂട്ടുന്നു. സമ്പാദ്യമൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ ആഗ്രഹങ്ങളൊക്കെ കൂടുന്ന സമയമാണ് ശുക്രൻ 4 നിൽക്കുമ്പോൾ. സുഖസ്ഥാനത്ത് ശുക്രൻ നിൽക്കുമ്പോൾ ഓവർ അംബീഷനൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത് നിവർത്തിക്കുന്നതിനുള്ള ഒരു ധനവരവ് അല്ലെങ്കിൽ ധനമാർഗം ഈ കുറുകാർ കണ്ടെത്തും. ധനസുഖമൊക്കെ അനുഭവപ്പെടുന്ന സമയമായിരിക്കും. അതേസമയം ശുക്രൻ സുഖസ്ഥാനത്ത് ഉച്ചനായതുകൊണ്ട് അതുപോലെ 12ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 2 ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് ഈ സുഖച്ചെലവ് കൂടും. അപ്പോൾ നമ്മൾ അമിതമായിട്ടുള്ള ആസക്തി, ആഗ്രഹങ്ങൾ ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ചെലവ് കൂടാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കി ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമായിട്ടുള്ള സമയമാണ്. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതമൊക്കെ എങ്ങനെയെന്ന് നോക്കാം. ഇപ്പം വിവാഹം ആലോചിക്കുന്നവർക്ക് 7 ചൊവ്വ വക്രത്തിൽ നിൽക്കുകയാണ്. ശുക്രൻ സുഖസ്ഥാനത്താണ് എങ്കിലും 7 നിൽക്കുന്ന ചൊവ്വ വക്രത്തിൽ വരുന്നു. അപ്പോൾ നമ്മൾ ജീവിത പങ്കാളി, ഇപ്പോൾ ആലോചനയൊക്കെ വന്നാലും ആ ജീവിത പങ്കാളിയെ അവരെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു കെയർ വേണം. ചിലർക്ക് പ്രണയബന്ധം വിവാഹത്തിൽ എത്തപ്പെടുന്നതിന് സാധ്യതയുണ്ട്. കാരണം 5ാം ഭാവാധിപനാണ് ആ ചൊവ്വ, 7 നിൽക്കുന്നു. വക്രത്തിലൊക്കെ ആയതുകൊണ്ട് അത് വിവാഹത്തിൽ പോണ്ടേ എന്നുള്ള ഒരു മാനസിക സംഘർഷമൊക്കെ ചിലപ്പോൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടാകാം. അവിടെയൊക്കെ ഒന്ന് കെയർ വേണം. അതുപോലെ ഈ 5ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 7ലാണ് നിൽക്കുന്നത്. 7 എന്ന് പറഞ്ഞാൽ ബുധൻ്റെ രാശിയാണ്. കുജൻ്റെ ശത്രു രാശിയാണ് ആ ബുധൻ്റെ രാശി. അപ്പോൾ നമുക്ക് 5ാം ഭാവാധിപന് 7 നിൽക്കുക എന്ന് പറയുമ്പോൾ ഈ കമിതാക്കൾക്കിടയിൽ ഒരു ഭിന്നത, ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ മാരിറ്റൽ റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം 7ാം ഭാവാധിപനായിട്ടുള്ള ബുധനും സൂര്യനുമായിട്ട് ഒരു ബന്ധം വരുന്നു. 7ലാണെങ്കിൽ ചൊവ്വയുടെ സ്ഥിതി വരുന്നു. അപ്പോൾ ഒരു ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാം. അപ്പോൾ അത് കഴിവതും ഒഴിവാക്കണം. അതുപോലെ ശുക്രൻ ഉച്ചസ്ഥിതനാണ്. അത് സുഖസ്ഥാനത്താണ് ഉച്ചസ്ഥിതനായിട്ട് വരുന്നത്. ശുക്രൻ കാമത്തിൻ്റെ ഗ്രഹവും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ എതിർലിംഗക്കാരുമായിട്ടുള്ള ആ ബന്ധം, പ്രത്യേകിച്ച് ശുക്രന് രാഹുവുമായിട്ടൊക്കെ ഒരു യോഗം ആ 4 വരുമ്പോൾ എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. പെട്ടെന്നൊക്കെ നമുക്കൊരു പ്രണയചിന്തയൊക്കെ ചിലപ്പോൾ വരാനൊക്കെ അത് സാധ്യതയുണ്ടാക്കും. അതുപോലെ കുടുംബജീവിതത്തിലൊക്കെ നമുക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്ന ഒരു സമയം എന്ന് പറയാം. പേരൻസുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. ഇപ്പോൾ വീട് പുതുക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വീട് വാങ്ങുന്നവർക്ക് അനുകൂല സമയമാണ്. വീടോ വാഹനമോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും, അതുപോലെ വീട് നവീകരിക്കുന്നവർക്കും, അതുപോലെ വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങുന്നതിനുമൊക്കെ അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സമയം എന്ന് തന്നെ പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഈ 4 രാഹു ഉണ്ടെങ്കിലും 4 ശുക്രൻ മാളവ്യ യോഗാവസ്ഥയിലാണ്. അത് ഈ കുടുംബാന്തരീക്ഷം സന്തോഷകരമാക്കും. പുതിയ സൗഹൃദങ്ങളുണ്ടാകും. ബന്ധുക്കളുമായിട്ടൊക്കെ ഉള്ള ആ റിലേഷൻഷിപ്പൊക്കെ കുറച്ച് മെച്ചപ്പെടുന്ന സമയമാണ്. എങ്കിലും കുജൻ ജന്മരാശിയിലും 2ലും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ബന്ധുക്കളുമായിട്ടായാലും കുടുംബാംഗങ്ങളോട് ഒക്കെ സംസാരിക്കുമ്പോഴൊക്കെ അല്പം സംയമനം വേണം. പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷനൊക്കെ ഒഴിവാക്കണം. സംയമനത്തിൻ്റെ മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് പോകുന്നവർക്ക് പൊതുവെ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും എന്ന് തന്നെ പറയാം. ഫെബ്രുവരി 6, 7, 11, 12, 20, 21, 22 ഈ തീയതികൾ
അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് ഒഴിവാക്കണം. അതുപോലെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ഇപ്പോൾ വിവാഹം, നിശ്ചയം, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ പറഞ്ഞതെല്ലാം ഒരു പൊതുഫലമാണ് ധനുക്കൂറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും. പക്ഷേ ധനു കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ധനുലഗ്നമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ചിലർക്ക് മാത്രമേ ധനുലഗ്നം വരികയുള്ളൂ. മറ്റുള്ളവർക്കെല്ലാം വ്യത്യസ്ത ലഗ്നരാശികൾ വരാം. അപ്പം ധനുക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ധനുലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും ഇതിനോടൊപ്പം കേൾക്കണം, ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കേൾക്കണം. അങ്ങനെ അത് രണ്ടും കമ്പൈൻ ചെയ്ത് കേൾക്കുമ്പോഴേ നമുക്ക് ഈ ഫെബ്രുവരി മാസത്തിൻ്റെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂറിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ ഒരു നക്ഷത്രത്തിൻ്റെ ഫലമാണ്. ഒരു നക്ഷത്രത്തിൽ തന്നെ വ്യത്യസ്ത ലഗ്നങ്ങൾ വരാം. അപ്പോൾ നക്ഷത്രത്തിൻ്റെ ആ ഒരു ചന്ദ്രാൾ ചിന്തിക്കുന്നതിനേക്കാളും ആ ലഗ്നാൾ ചിന്തിക്കുന്നതിന് കൂടുതൽ കൃത്യതയുണ്ട്. അതുകൊണ്ടാണ് ലഗ്നഫലവും കൂടെ കേൾക്കണം എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.